വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം വരെ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവസാനത്തെ 22-ാം അധ്യായം കൂടെ ഉള്ള ചെയ്യുവാൻ അതിനു മുൻപ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്നവർ അത് കേൾക്കുവാനും അത് ഗ്രഹിപ്പാനും അത് വായിപ്പാനും അതിനൊക്കെയും ചിന്തിക്കണമെന്ന് വെച്ചിട്ട് ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ വളരെയേറെ മെനക്കെട്ട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നൊക്കെയുമുള്ള അറിവുകൾ വെച്ച് വെളിപ്പാട് പുസ്തകം, വ്യാഖ്യാന പുസ്തകം, ഇങ്ങനെയുള്ള ഈ പുസ്തകങ്ങളുടെയൊക്കെ അറിവുകൾ വെച്ച് ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാനിത് യൂട്യൂബിൽ ഇടുവാനിടയായി തീർന്നത്. എൻ്റെ സ്വയമായൊരു അഭിപ്രായം ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം വിദഗ്ധരായി, അതായത് വചനത്തെക്കുറിച്ച് അറിവുള്ളവരും പാണ്ഡിത്യമുള്ളവരും പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെന്തോ, അറിവ് പകരുന്നതെന്തോ, മനുഷ്യന് ജീവിക്കേണ്ടതെന്തോ അതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ പറയുന്നു. അതിൽ ഒരു ജീവചരിത്രം മുഴുവനും പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ എപ്രകാരം ജീവിച്ചാൽ സ്വർഗീയ സന്നിധിയിലും നിത്യതയിലും എത്താം, സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച എങ്ങനെ ആകാം, മറ്റുള്ളവരെങ്ങനെ, അതായത് നരകത്തിൽ പോകുന്നവർ എപ്രകാരമുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് അതിൽ പകർന്നിരിക്കുന്നത്. ആ അറിവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. നാം എപ്രകാരം ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയും, അതല്ലെങ്കിൽ നരകത്തിൽ പോകുമോ, നരകം എങ്ങനെയാണ്, എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത്, മനുഷ്യർ ശ്രദ്ധ വെച്ച് കേട്ട് ജീവിതം നയിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്ര അന്ത്യത്തിൽ ചെന്നെത്തുന്നത് നരകത്തിലായിരിക്കും. അതിനിടയാകാതിരിക്കാൻ അതിനെ പ്രബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓരോ വീഡിയോയും അപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. പഠിപ്പാൻ ശ്രമിക്കണം, അത് കേൾക്കാൻ ശ്രമിക്കണം. നിസ്സാരമായി നമ്മൾ അനേക സമയങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് വീഡിയോകൾ കണ്ടും റീൽ കണ്ടും നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഈ മൊബൈലിൽ വന്ന വീഡിയോ ഏറ്റവും ശ്രദ്ധേയമായി കേൾക്കുവാനും പഠിപ്പാനും മറ്റുള്ളവർ അതിന് ശ്രദ്ധ കൊടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി ഞാനത് ചെയ്തതാണ്. അതിൽ സ്വയമായിട്ട് വന്നതല്ല, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നും റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് പഠിപ്പാൻ എളുപ്പവും ശ്രദ്ധേയവുമായതാണ്. ദൈവസന്നിധിയിൽ ഞാനത് സമർപ്പിക്കുകയാണ്. 1 അധ്യായം കൂടി ചെയ്യുവാനുണ്ട്. അതിനു മുൻപ് ഇത് ചെയ്യണമെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. വെളിപ്പാട് പുസ്തകം വായിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം നമ്മുടെ ഓട്ടം ഓടുമ്പോൾ, ജീവിതയാത്ര ഓട്ടം തികയ്ക്കുമ്പോൾ, മരണം എത്തുമ്പോൾ അതിനു മുൻപ് ചെയ്യാൻ പറ്റുന്നതെന്തോ, എപ്രകാരം നാം ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 1-ാം അധ്യായത്തിൽ അതിൻ്റെ കാലഘട്ടം തൊട്ട് പറഞ്ഞിരിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങൾ 2024 വരെയും തീരുന്നില്ല, നിത്യത വരെയും, അതായത് ലോകം അവസാനിക്കുമ്പോൾ പിന്നീട് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതാവസാനം കഷ്ടമായിരിക്കും, നരകമായിരിക്കും. നാം അതിനെ ഗ്രഹിച്ചു വേണം മുൻപോട്ട് ജീവിപ്പാൻ. വെളിപ്പാട് പുസ്തകം വായിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് ആവശ്യമുള്ളതാണ്. അതിനെ ഭയപ്പെടേണ്ട. വെളിപ്പാട് പുസ്തകം വായിച്ചാൽ കുഴപ്പമുണ്ടാകുമോ, എന്തെങ്കിലും സംഭവിക്കുമോ, ഞാനത് വായിച്ചാൽ എനിക്ക് എന്താണ് പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഭയവും പലരെയും ഭീതിപ്പെടുത്തി വായിക്കാതിരിക്കാൻ ഇടയാക്കി തീർന്നിട്ടുണ്ട്. എന്നാൽ 1-ാം അധ്യായം മുതൽ വായിച്ചു നോക്കുക. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്. അതില്ല എങ്കിൽ ആ വീഡിയോ കേട്ട് നോക്കുക, ഗ്രഹിപ്പാൻ കഴിയും. ഞാൻ ഏറെ പറയുന്നില്ല. ദൈവസന്നിധിയിൽ ആ വീഡിയോകൾ സമർപ്പിക്കുന്നു. അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ 1 മുതലുള്ള ഭാഗങ്ങൾ അത് പഠിപ്പാൻ ശ്രമിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കുമായിട്ട്, വരവനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ സഹായിക്കട്ടെ. നിത്യതയ്ക്കായിട്ട് ജീവിപ്പാനും ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് ഓടുവാനും നമ്മെ സഹായിക്കട്ടെ. ജീവിതയാത്ര എപ്പോൾ തീരുമെന്ന് നാം അറിയുന്നില്ല. അത് തീരുന്നതിന് മുൻപ് ഒരു നല്ല ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം.